കുടുംബാംഗങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും മംഗളവാർത്താക്കാലത്തിന്റെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു. ഇന്ന് നമുക്ക് ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഒഴിച്ചുകൂടുവാനാകാത്ത ക്രിസ്മസ് ട്രീകളെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാലോ? 16-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിലെ മാർട്ടിൻ ലൂതർ മഞ്ഞു പെയ്യുന്ന രാത്രിയിൽ ഒരു വനത്തിലൂടെ കടന്നുപോകവേ ഫിർ മരങ്ങൾക്കിടയിലൂടെ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ കണ്ട് ആകൃഷ്ടനായി. ആ കാഴ്ചയുടെ മനോഹാരിത സ്വന്തം കുടുംബത്തിന് കാണിച്ചു കൊടുക്കുവാൻ ആ വൃക്ഷങ്ങളുടെ ചില്ലകൾ വീട്ടിൽ കൊണ്ടുവന്ന് അതിൽ തിരികൾ വെച്ച് അലങ്കരിച്ചാണ് ക്രിസ്മസ് ട്രീ എന്ന ആശയത്തിന് ആരംഭം കുറിച്ചതെന്ന് ചരിത്രം പറയുന്നു. പിന്നീട് 1839-ൽ മാർട്ടിൻ ബൂസർ ജർമ്മനിയിലെ സ്റ്റാസ്ബർഗ് കത്തീഡ്രലിൽ ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചതാണ് ദേവാലയങ്ങളിൽ ഇതിന് പ്രചാരണം ലഭിക്കുവാൻ ഇടയാക്കിയത്. പിന്നീട് 1840-കളിൽ ജർമ്മൻകാരനും ക്വീൻ വിക്ടോറിയയുടെ ഭർത്താവുമായ പ്രിൻസ് ആൽബർട്ട് ആണ് ഈ ആശയം ലോകമാസകലം പോപ്പുലറൈസ് ചെയ്യുവാൻ ഇടയാക്കിയത്. 19-ാം നൂറ്റാണ്ടിൽ ഇലക്ട്രിക് ബൾബുകളാൽ ഡെക്കറേറ്റ് ചെയ്യപ്പെട്ട ക്രിസ്മസ് ട്രീ കൂടുതൽ സ്വീകാര്യത നേടി. എന്റെ കൂട്ടുകാരെ, ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ ക്രിസ്മസ് ട്രീ അലങ്കരിക്കുമ്പോൾ ബാഹ്യമായ അലങ്കാരങ്ങളോടൊപ്പം നമ്മുടെ സഹോദരങ്ങളുടെയും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി കൊച്ചു കൊച്ചു സൽപ്രവർത്തികളും പ്രാർത്ഥനകളും കൂടി ചേർക്കുവാൻ ശ്രദ്ധിക്കുമല്ലോ, അല്ലേ? തിളങ്ങി നിൽക്കുന്ന വിളക്കുകളും നിറയെ അലങ്കാരങ്ങളും കൊണ്ട് നമ്മൾ അലങ്കരിച്ചിരിക്കുന്ന നമ്മുടെ ക്രിസ്മസ് ട്രീകൾ ഈശോ ലോകത്തിന്റെ പ്രകാശമാണ് എന്ന് വിളിച്ചോതുന്നതിനോടൊപ്പം നമ്മളും മറ്റുള്ളവർക്ക് പ്രകാശമാകുന്നവരാകണമെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും നല്ല ദിനങ്ങൾ ആഹ്വാനം ചെയ്യുന്ന ക്രിസ്മസ് ഇത്തവണ നിങ്ങൾക്കേവർക്കും ഏറ്റവും അനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു.